ഡോക്ടർ ഹാരിസ് അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഉന്നയിച്ച വിഷയത്തിന്മേൽ ഒരു വിദഗ്ധ സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടേഴ്സിനെ മുതിർന്ന ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ആ വിദഗ്ധ സമിതി വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ രേഖകളെല്ലാം പരിശോധിച്ച് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അപ്പോൾ ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. അതുമാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ HDCയുടെ കോളേജിൽ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ആയിട്ടുള്ള സൂപ്രണ്ടിൻ്റെ പർച്ചേസിംഗ് പവർ അത് കൂട്ടണമെന്നുള്ളതാണ്. അതിപ്പോൾ കുറച്ചതല്ല, അത് അങ്ങനെ നിലനിന്ന് പോകുന്നതാണ്.